കേരള സർവകലാശാല രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഡോക്ടർ മിനി കാപ്പൻ പദവി ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നറിയിച്ച് VC-ക്ക് കത്ത് നൽകി. മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി കഴിഞ്ഞ ദിവസം VC ഉത്തരവിറക്കിയിരുന്നു. വിവാദങ്ങൾക്ക് താല്പര്യമില്ല എന്ന് മിനി കാപ്പൻ VC-ക്ക് നൽകിയ കത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, നമുക്കറിയാം നിലവിലുണ്ടായിരുന്ന രജിസ്ട്രാർ അനിൽകുമാറിനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് പുതിയ വൈസ് ചാൻസലർക്കുള്ള ചുമതലകൾ നൽകുന്നത്. മിനി കാപ്പന് പുതിയ രജിസ്ട്രാറായി ചുമതല നൽകി. പക്ഷേ മിനി കാപ്പന് തൻ്റെ ജോലി നിർവഹിക്കാൻ ഉത്തരവിറങ്ങി. ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സാധിക്കുന്നില്ല. ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ധാർഷ്ട്യം തന്നെയാണ് അതിന് കാരണം. എന്തായാലും മിനി കാപ്പന് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നു. ഈ ജോലി ചെയ്യാൻ താല്പര്യമില്ല. കൂടുതൽ വിവരങ്ങൾ ടിൻഡു ദാസ്. വിനോദ്, മിനി ഡി കാപ്പൻ ഇത്തരത്തിലൊരു രജിസ്ട്രാർ ചുമതലയിൽ ഇരിക്കാൻ താല്പര്യമില്ല എന്നറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ VC-ക്ക് കത്ത് നൽകിയിട്ടുള്ളത്. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്നതുമായി ബന്ധപ്പെട്ട പി ഹരികുമാറിനെ ജോയിന്റ് രജിസ്ട്രാർ സ്ഥാനത്തുണ്ടായിരുന്ന പി ഹരികുമാറിനെ താൽക്കാലിക രജിസ്ട്രാർ ചുമതലയിലേക്ക് മാറ്റുകയും അതിന് വിശദീകരണം നൽകാൻ പറയുകയും ചെയ്യുന്നു. പക്ഷേ പി ഹരികുമാർ അവധിയിൽ പോകുന്നു. ആ സ്ഥാനത്തേക്ക് സിസ തോമസ് താൽക്കാലിക VC ആയി വന്ന സമയത്ത് ആ സ്ഥാനത്തേക്ക് മിനി ഡി കാപ്പനെ കൊണ്ടുവരുന്നു. മിനി ഡി കാപ്പനെ രജിസ്ട്രാർ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് സിൻഡിക്കേറ്റ് യോഗത്തിൽ KS അനിൽകുമാർ തന്നെ ഇത്തരത്തിൽ രജിസ്ട്രാറായി തുടരുകയും ചെയ്യണമെന്നൊരു സിൻഡിക്കേറ്റ് തീരുമാനം വരുന്നു. പക്ഷേ ആ തീരുമാനം VC-യോ ചാൻസലറോ അത് അംഗീകരിക്കുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ മിനി ഡി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല കൊടുത്തുകൊണ്ട് ഒരു നിർദ്ദേശം വരുന്നത്. രജിസ്ട്രാറുടെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് തന്നെ മിനി ഡി കാപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് പദവിയിൽ പ്രവേശിക്കുകയും അതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട VC ഉത്തരവിറക്കി. മിനി ഡി കാപ്പനെ കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്നു. ID-യും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു. മറ്റ് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു. പക്ഷേ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. നമ്മൾ തുടർച്ചയായിട്ട് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് നമ്മൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ തെരുവ് വീതികളിൽ, സർവകലാശാലകളിൽ, രാജ്ഭവൻ മുന്നിലൊക്കെ കാണുന്നത് SFI പ്രവർത്തകരുടെ നരനായ അല്ലെങ്കിൽ SFI പ്രവർത്തകരുടെ അക്രമങ്ങളാണ്. തുടരെയുള്ള ഈ അക്രമങ്ങൾ ഇത്രയും കണ്ട് അതോടൊപ്പം തന്നെ ഇത്ര വരുന്ന അധിക്ഷേപങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതികരണങ്ങൾ, ഇതിലൊന്നും വിവാദത്തിൽ തുടരാൻ താല്പര്യമില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മിനി ഡി കാപ്പൻ VC-ക്ക് കത്ത് നൽകിയിട്ടുള്ളത്. തനിക്ക് ആ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല. വിവാദങ്ങൾ ചൂടുപിടിക്കുകയാണ്. വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് ആ സ്ഥാനത്ത് ഇരിക്കാൻ താല്പര്യമില്ല എന്നറിയിച്ചുകൊണ്ട് കേരള VC-ക്ക് കത്തെഴുതിയിട്ടുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ KS അനിൽകുമാർ രജിസ്ട്രാർ സ്ഥാനത്തേക്ക് തിരികെ വന്നത് VC ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. VC അംഗീകരിക്കുന്ന കാലം വരെ ഈ രജിസ്ട്രാറുടെ സ്ഥാനത്തുള്ള ഈ അനിശ്ചിതത്വം അത് ഇങ്ങനെ തന്നെ തുടരും. കാരണം മിനി ഡി കാപ്പൻ ഈ സ്ഥാനത്തിരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ KS അനിൽകുമാർ മാത്രമാണ് അവിടെയുള്ള സിൻഡിക്കേറ്റ് തീരുമാനിച്ച തീരുമാനമാണ്. ആ തീരുമാനം ചാൻസലറോ അല്ലെങ്കിൽ VC-യോ ആ തീരുമാനത്തെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലൊരു സ്ഥിരത, അസ്ഥിരത ഇപ്പോൾ അല്ലെങ്കിൽ സ്ഥിരതയില്ലായ്മ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ മിനി ഡി കാപ്പനെ രജിസ്ട്രാർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ സ്ഥാനത്ത് നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ പടിയൊഴിഞ്ഞു മാറുകയാണ്. കാരണം ഇവിടെ നടക്കുന്ന പ്രതിഷേധങ്ങൾ, ഇവിടെ നടക്കുന്ന ഈ അക്രമ സംഭവങ്ങൾ, അതിലൊക്കെ എല്ലാ കാലത്തും ഒരുപക്ഷെ രജിസ്ട്രാർക്ക് മറുപടി പറയേണ്ടി വരും. ഈ KS അനിൽകുമാറിനെ ആ സ്ഥാനത്തിലെത്താൻ വേണ്ടിയിട്ടാണ് SFI പ്രവർത്തകർ, അതോടൊപ്പം തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം DYFI പ്രവർത്തകരും ഒക്കെ ഇവിടെ ഈ പ്രതിഷേധങ്ങൾ കാണിച്ചത്, ഈ പ്രതിഷേധ പരമ്പര അരങ്ങേറിയത്, അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. അപ്പോൾ ഒരുപക്ഷെ ഈ മിനി ഡി കാപ്പൻ ഈ രജിസ്ട്രാർ സ്ഥാനത്തേക്ക് തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ VC-യുടെ അനുമതിയോടുകൂടി തുടരുകയാണെങ്കിൽ KS അനിൽകുമാർ ആ സ്ഥാനത്ത് വരാൻ സാധിക്കില്ല. അപ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് മാറും. ആ പ്രശ്നങ്ങളിലൊന്നും പോകാൻ അവർക്ക് താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ രേഖാമൂലം VC-യെ അറിയിച്ചിട്ടുള്ളത്. വിനോദ്, കേരള സർവകലാശാലയിൽ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ സൃഷ്ടിച്ച ഭരണ പ്രതിസന്ധി തുടരുകയാണ്. പുതിയ രജിസ്ട്രാറായി ഡോക്ടർ മിനി കാപ്പനെ നിയോഗിച്ചെങ്കിലും അവർക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് ഈ പദവിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് മിനി കാപ്പൻ വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ്.